Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. റോഡിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്കെതിരെ യുവാവ് നടത്തിയ വേറിട്ട പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. നിലമ്പൂർ പെരുമ്പ്ലാവ് സംസ്ഥാന പാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തെ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച കലാകാരൻ കൂടിയായ ഉണ്ണി പെരിന്തൽമണ്ണയാണ് പ്രതീകാത്മക മീൻപിടുത്തം നടത്തി പ്രതിഷേധിച്ചത്. ഉണ്ണിയുടെ പ്രതിഷേധത്തിന് നാടും നാട്ടുകാരും കട്ട സപ്പോർട്ടുമേകി. നിലമ്പൂർ പെരുമ്പ്ലാവ് സംസ്ഥാന പാതയിൽ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തെ റോഡിലെ വെള്ളക്കെട്ടിൽ കലാകാരൻ കൂടിയായ ഉണ്ണി പെരിന്തൽമണ്ണ നടത്തിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. അടിപൊളി മീനുകൾ പെടുന്നത് പിന്നെ ആ കുന്തുകളിങ്ങനെ അപ്പുറത്ത് വെക്കട്ടോ. ആ കുന്തിലെ പെട്ടി കഴിഞ്ഞാൽ ചമ്മളോട്ടം പോയി പോകുമ്പോൾ ഞങ്ങളെ തെരഞ്ഞെടുക്കേണ്ടി വരും. മനസ്സിലാവണ്ട. കാലമേറെയായി തകർന്നു കിടക്കുന്ന റോഡിൽ മഴ കൂടി ശക്തമായതോടെ വെള്ളക്കെട്ട് രൂപം കൊണ്ട് ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹം റോഡിൽ പ്രതീകാത്മക ചൂണ്ടയിട്ടത്. വേറിട്ട പ്രതിഷേധത്തിന് നാട്ടുകാരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത് എന്ന് ഉണ്ണി പെരിന്തൽമണ്ണ പറഞ്ഞു. പ്രതിഷേധം എന്നുള്ളൊരു തലത്തിലല്ല ഞാൻ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടുത്തെ കുറേ ആളുകൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾ, ചില ആളുകളൊക്കെ കൂടിയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഭയങ്കര ദുരിതമാണ് ഉണ്ണി, ഭയങ്കര പ്രശ്നമാണ്, മഴ പെയ്ത യാതൊരു രക്ഷയില്ല. കുറേ ആളുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട് ദിവസേന. മഴ പെയ്ത് കഴിഞ്ഞാൽ കുറേ ആളുകൾ സ്കൂട്ടിയിട്ടാലും കാറേറ്റാലും പെട്ടിട്ട് ഭയങ്കര ബ്ലോക്കായി 2-2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ബ്ലോക്കാവുന്നത് അവിടെ ഈ പരിസരത്ത്, നമ്മുടെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് ആ വളവിൽ. അപ്പോൾ ഇത് ജനങ്ങൾ നിരന്തരം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിന് മുന്നൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, വൈറൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാകാനും ശ്രദ്ധിക്കപ്പെടാനൊക്കെ നിലയ്ക്കാണ് ഞാൻ അത് ചെയ്യുന്നത്. കാരണം ഞാൻ ചെറിയൊരു കലാകാരനാണ്, മ്യൂസിക് കലാകാരനാണ്, ചെറിയൊരു ആക്ടറും കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു, ഉണ്ണിയെ ഇതെങ്ങനെയെങ്കിലും ഇത് ഹാസ്യവൽക്കരിച്ചിട്ട് ഇതൊന്ന് വൈറലാക്കണം. ജനങ്ങളെ ഈ പരാതികളിൽ, ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ, യാത്രാ ക്ലേശങ്ങളൊക്കെ, ഈ ഗതാഗത സഞ്ചാരമൊക്കെ ഈ തടസ്സപ്പെട്ടതൊക്കെ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, ഉണ്ണി ഒരു ഹാസ്യരൂപണയെ സംഭവം ചെയ്തിട്ട് അധികാരികളിലേക്ക് എത്തിക്കണം. അത് ഉണ്ണി വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു കലാകാരൻ എന്നുള്ള എനിക്ക് എനിക്കൊരു ആശ്വാസമായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെറിയൊരു കഴിവിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം നമ്മളൊരു പ്രതിഷേധം, ഒരു പാർട്ടിക്കാരെ, ഒരാളുകളെ, ഒരു ഉദ്യോഗസ്ഥരെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നും നമ്മൾ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ അങ്ങനെയല്ല ഞാൻ അതുവരെ ചെയ്യുന്ന വീഡിയോസാണ്. വേറിട്ട രീതിയിലുള്ള പ്രതീകാത്മക ചൂണ്ടയിടലിന് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും പിന്തുണയേകി. കാലമേറെയായുള്ള റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ നടപടി ഉണ്ടാകാത്തതിനെതിരെ ജനരോഷം ശക്തമായി തുടരുന്നതിനിടെയാണ് പ്രതിഷേധം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണം എന്താ വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ കോമഡി രൂപത്തിൽ ഒന്ന് ഹാസ്യവൽക്കരിച്ച് ചെയ്യുക, അത് ജനങ്ങൾ വഴി, അതായത് അധികാരികളെ കയ്യിലെത്തുക, അവരിതിന് വേണ്ട നടപടിയെടുക്കുക, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ദുരിതങ്ങൾ പരിഹരിക്കുക എന്നുള്ള മാത്രമേ ഞാൻ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഒരു പ്രതിഷേധം എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. കാരണം എനിക്ക് ഉദ്ദേശം അവിടുത്തെ പ്രശ്നങ്ങൾ തീരണം. അതിനുവേണ്ടി ഞാനൊരു വൈറൽ വീഡിയോസ് ചെയ്തതാണ്. ജനങ്ങൾ ഏറ്റെടുത്തത് എനിക്ക് ഉറപ്പായി. നല്ല സപ്പോർട്ടുണ്ട്, ജനങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ്. ഞാൻ ആ വീഡിയോസ് ചെയ്തപ്പോൾ തന്നെ വാഹന ഉടമകളും അതുപോലെ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ പറയും നല്ലൊരു വീഡിയോസാണ്, നല്ലൊരു കാര്യങ്ങളാണ്, അതുകൊണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.